പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ മൂലമുണ്ടായ നഷ്ടം ഈടാക്കാനുള്ള ജപ്തി നടപടികൾ നാളേക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം. ജില്ലാ കളക്ടർമാർക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യത്തിലാണ് നടപടി വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം. പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ വൈകുന്നതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ജപ്തി പൂർത്തിയാക്കി തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകാനാണ് അന്ത്യശാസനം. ഈ സാഹചര്യത്തിലാണ് നടപടികൾ വേഗത്തിലാക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ TV അനുപമ IAS കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. നാളെ വൈകിട്ട് 5-നകം ജപ്തി നടത്തി റിപ്പോർട്ട് നൽകണം. ജപ്തിക്ക് മുന്നോടിയായുള്ള നോട്ടീസ് നൽകേണ്ട, ജപ്തിക്ക് ശേഷം വസ്തുക്കൾ ലേലം ചെയ്യണമെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു. ആഭ്യന്തര വകുപ്പിൽ നിന്ന് പേര് വിവരം ലഭിക്കുന്നതിനനുസരിച്ചാണ് കളക്ടർമാർക്ക് ജപ്തി നടപടികളിലേക്ക് കടക്കാനാവുക. ജപ്തി ചെയ്യാനുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ജില്ല തിരിച്ചുള്ള റിപ്പോർട്ടും അപേക്ഷയും ആഭ്യന്തര വകുപ്പ് ഇന്നലെ വരെ നൽകിയിരുന്നില്ല. തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യം പരിഗണിച്ച് ആഭ്യന്തര വകുപ്പും നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഓൺലൈനായാണ് റിപ്പോർട്ടും അപേക്ഷയും കൈമാറുക. പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ വാഹനം, വീട്, മറ്റു സ്ഥാപനങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി ഏത് സ്ഥാവര ജംഗമ വസ്തുക്കളും ജപ്തി ചെയ്യാൻ കളക്ടർമാർക്ക് അധികാരമുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.